നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഐ എം എൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് 3 അമേസിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനും കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഡ്രിങ്ക്സ് എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. അപ്പോൾ എന്താണെന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ ഡ്രിങ്കാണ് മൾട്ടി വിറ്റമിൻ ഡ്രിങ്ക്. മൾട്ടി വിറ്റമിൻ ഡ്രിങ്ക് എന്ന് പേരിടാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, മൾട്ടി വിറ്റമിൻസിന് വളരെയധികം ഡിമാൻഡ് കൂടി വരുന്നൊരു സമയമാണ്. എല്ലാവരും വിചാരിക്കുന്നത് ഡെയിലി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ മൾട്ടി വിറ്റമിൻ എന്തെങ്കിലും ക്യാപ്സ്യൂൾ നമ്മൾ വെക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ പലരും ഇത് അറിയുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ തന്നെ നമുക്കതിൻ്റേതായിട്ടുള്ള കുറവുകൾ നികത്താൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയുന്ന വളരെ ചുരുക്കം 5 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് 4 ആൽമണ്ട്സ്, അതായത് 4 ബദാം എടുക്കുക, അതുപോലെ 4 കാഷ്യൂ, പിന്നെ 2 ടീസ്പൂൺ നിങ്ങൾ പംകിൻ സീഡ്സ്, മത്തങ്ങയുടെ കുരു 2 ടീസ്പൂൺ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് 2 ഡേറ്റ്സ്, 2 ഈന്തപ്പഴം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾക്ക് അതിനായിട്ട് വേണ്ടത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഈ ആൽമണ്ട്സ്, കാഷ്യൂ, അതുപോലെ ഈ മത്തങ്ങയുടെ കുരു, ഈ 3 കാര്യങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കുക. അതുപോലെ ഈ ഈന്തപ്പഴം, 2 ഈന്തപ്പഴം കുരു കളഞ്ഞതിന് ശേഷം അതും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേറൊരു പാത്രത്തിൽ കുതിർക്കാനായിട്ട് വെക്കുക. ഇവിടെ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് പാത്രത്തിൽ കുതിർക്കാനായിട്ട് വെക്കാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നട്ട്സിലും സീഡ്സിലും ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്നൊരു കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കുതിർത്ത് വെക്കുന്ന സമയത്ത് പിറ്റേ ദിവസം നമ്മൾ ഈ നട്ട്സും സീഡ്സും കുതിർത്ത വെള്ളം അതിന് സ്മൂത്തിക്കായിട്ട് ഉപയോഗിക്കില്ല, നമ്മളത് ഡിസ്കാർഡ് ചെയ്യും, അതായത് കളയും. നമ്മൾ ഈന്തപ്പഴം കുതിർക്കാനായിട്ടുള്ള വെള്ളം മാത്രമേ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുതിർക്കാനായിട്ട് പറയുന്നത്, ഈ ഫൈറ്റിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും രാത്രി കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ബദാമിൻ്റെ തൊലി നന്നായിട്ട് കളഞ്ഞ് ഈ എല്ലാ വെള്ളവും, അതായത് ഈന്തപ്പഴം കുതിർത്ത വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ടേസ്റ്റിന് വേണമെങ്കിൽ ഒരു പഴമൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ട് അങ്ങനൊരു കുടിക്കാനായിട്ടുള്ള ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതെല്ലാം ആഡ് ചെയ്ത് നിങ്ങൾക്കൊരു സ്മൂതി പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ഡ്രിങ്കിൽ നിങ്ങൾക്ക് വളരെയധികം റിച്ച് ആയിട്ടുള്ള ബയോട്ടിൻ, മഗ്നീഷ്യം, സെലീനിയം, കോപ്പർ, വൈറ്റമിൻ ഇ എന്നിങ്ങനെയുള്ള പലതരം നല്ല റിച്ച് ആയിട്ടുള്ള ന്യൂട്രിയൻസ്, അതുപോലെ വേറെയും കുറേ ന്യൂട്രിയൻസ് എല്ലാം ഒരു ലോഡഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മൾട്ടി വിറ്റമിൻ ക്യാപ്സ്യൂളിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്കിതിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഡ്രിങ്ക് ഒരു മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു ഓപ്ഷൻസ് മാത്രമല്ല തരുന്നത്, നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും പുരുഷന്മാരിൽ സ്പേമിൻ്റെ കൗണ്ട് നന്നായിട്ട് കൂട്ടുന്നതിനും മുടിയുടെ ശക്തി കൂട്ടുന്നതിനും ഹാർട്ടിൻ്റെ ഫങ്ഷൻ നന്നാക്കുന്നതിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൾട്ടി വിറ്റമിൻ ഡ്രിങ്ക് എന്ന് നമുക്കിതിനെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇത് ഏത് സമയത്ത് നമുക്ക് കുടിക്കണം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് മിഡ് ടൈം ഉണ്ടാവും, മിഡ് മീൽ ടൈം, ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അതായത് സൺസെറ്റിന് മുന്നേ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു ഡ്രിങ്ക് എടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഡ്രിങ്കാണ് കൊളാജൻ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ളൊരു ഡ്രിങ്ക്. ഈ കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പ്രോട്ടീനാണ്. അത് നമ്മുടെ ശരീരത്തിൽ വയസ്സാവും തോറും, നമുക്ക് പ്രായം കൂടും തോറും പൊതുവേ നമ്മുടെ ശരീരത്തിലുള്ള കൊളാജൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ സ്കിന്നിലൊക്കെ ഇങ്ങനെ ചെറിയ ചുളിവുകൾ, അതുപോലെ റിങ്കിൾസ് ഒക്കെ വന്ന് നമുക്ക് പ്രായം തോന്നുന്നതിന് ഈ കൊളാജൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറയുന്നത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ചെറിയ കുട്ടികളിലും അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ വരെ ഈ കൊളാജൻ്റെ പ്രൊഡക്ഷൻ, അതായത് ചുളിവുകളും പ്രായം കൂടുതലും വളരെയധികം കൂടി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന നാച്ചുറൽ പ്രൊഡക്ഷൻ കൊളാജൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. അത് എന്തുകൊണ്ടാണ് കുറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരിലും ഡെയിലി ഇങ്ങനെ മദ്യപാനം, പുകവലി അങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്നവർ, പിന്നെ അതുപോലെ തന്നെ സ്കിൻ വളരെയധികം നല്ല രീതിയിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാതെ കൊണ്ട് നടക്കുക. അതായത് പ്രൊട്ടക്റ്റ് ചെയ്യാതെ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ ഒരു കിരണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയധികം ഹാർഷായിട്ടുള്ളൊരു സൺറൈസസ് ആണ് നമുക്ക് കിട്ടുക, കൂടുതലായിട്ട് 11 മണി തൊട്ട് ഒരു 4 മണി വരെയുള്ള സമയത്ത്. അപ്പോൾ പലരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ ക്രീമുകളെല്ലാം അവോയ്ഡ് ചെയ്ത് ഈ സൂര്യൻ്റെ അണ്ടറിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ എക്സ്പോസ് ആയി നിൽക്കുന്ന സമയത്ത് അതുമൂലം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കൊളാജൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതിന് വളരെ കാരണക്കാരായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ വളരെ നന്നായിട്ട് ഷുഗർ കണ്ടൻറ്റുള്ള ഫുഡുകൾ നന്നായിട്ട് കഴിക്കുക, അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ നന്നായിട്ട് കഴിക്കുക. ഇതിലൂടെയും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നോർമൽ കൊളാജൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം കുറഞ്ഞു വരുന്നതിന്
കാരണക്കാരായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് നോർമലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നാച്ചുറലായിട്ട് നമുക്ക് എന്ത് കഴിക്കാമെന്ന് ചോദിക്കുമ്പോൾ അതിനെ പറ്റിയിട്ട് ഉള്ളൊരു ഡ്രിങ്കാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒന്നാമത്തെയാണ് നെല്ലിക്ക. ഈ നെല്ലിക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വൈറ്റമിൻ സി വളരെ ലോഡഡ് ആയിട്ടുള്ളൊരു കാര്യം, അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ളൊരു ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളൊരു കാര്യമാണ്. ആയുർവേദത്തിൽ തന്നെ നമ്മൾ പറയും നെല്ലിക്ക നമ്മൾ യൗവനം നിലനിർത്താനൊക്കെ ആയിട്ടാണ്, യൗവനത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നെല്ലിക്കേനെ വളരെയധികം വിശേഷിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആയുർവേദത്തിൽ. അപ്പോൾ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് വേണ്ടതാണ് നെല്ലിക്ക. ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ബീട്രൂട്ട്. ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ നോർമലായിട്ട് നമ്മുടെ സ്കിന്നിൽ ചെറിയ ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും റാഷസ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യണം, നമ്മുടെ ശരീരത്തിൽ ഉള്ളിലുണ്ടാകുന്ന ചെറിയ ഇൻഫ്ലമേഷൻ കൊണ്ടാണ് ഈ സ്കിന്നിൻ്റെ പുറത്തേക്ക് ഈ തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ഇൻഫ്ലമേഷൻസൊക്കെ വരാനായിട്ടുള്ള കാരണം നമ്മുടെ ഡെയിലി ലൈഫിലുണ്ടാകുന്ന ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനായിട്ടുള്ളൊരു കാരണം. ഈ ബീട്രൂട്ട് അതിനുണ്ടാകുന്ന എക്സാമ്പിൾസാണ് സോറിയാസിസ്, ഡെർമറ്റൈറ്റിസ്, എക്സിമ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്. ഈ ബീട്രൂട്ട് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റിൽ നമുക്കൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി നമുക്ക് കിട്ടും. അതുപോലെ ബീട്രൂട്ടിൽ ബിറ്റാലൈൻ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് ഫ്ലോ, സ്കിന്നിലേക്കും ശരീരത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂട്ടുന്നതിനും ഈ ബീട്രൂട്ടിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി മൂന്നാമത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ക്യാരറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ അറിയാൻ പറ്റും ലിക്കോപ്പിൻ, സിങ്ക്, അതുപോലെ കെരട്ടനോയിഡ്സ്, ഇതൊക്കെല്ലാം നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ ഒരു നാച്ചുറൽ കൊളാജൻ ബൂസ്റ്റർ എന്ന് തന്നെ നമുക്കിതിനെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു 2 ക്യാരറ്റ് എടുക്കുക, അതുപോലെ ഹാഫ് ബീട്രൂട്ട്, ഒരു നെല്ലിക്ക, ഇത്ര എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫുള്ളായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജ്യൂസ് ഫോമിലായിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കുറച്ച് അതിലൊരു ശർക്കരയുടെ എന്തെങ്കിലും പൊടി എന്തെങ്കിലും ഇട്ട് നിങ്ങൾക്ക് അങ്ങനെയും കൺസ്യൂം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കേണ്ടതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ തന്നെ വളരെ എല്ലാവരും കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു ഡ്രിങ്ക് എന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും. കാരണം എൻ്റെ തന്നെ പല പേഷ്യൻസും അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളവരിലും ഈ ഒരു ഡ്രിങ്ക് വളരെയധികം കൺസ്യൂം ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ ആ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നാച്ചുറലായിട്ടുള്ളൊരു ഗ്ലോ, അതുപോലെ തന്നെ ഒരു ഡൾനെസ് ഉണ്ടായിരുന്ന ഒരു സ്കിൻ, അതെല്ലാം നിങ്ങൾക്ക് പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്കാണ് പ്രോട്ടീൻ ഡ്രിങ്ക്. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. പലരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത്ലറ്റിക് ആയിട്ടുള്ള ആൾക്കാരിലാണ് കൂടുതലും പ്രോട്ടീൻ്റെ ഇൻടേക്ക് വേണ്ടത്. ബാക്കിയുള്ള സാധാരണക്കാരായിട്ട്, അതായത് സെഡൻറ്ററി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലുള്ളവർക്ക് അത്രയും പ്രോട്ടീൻ്റെ ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷേ അത് തെറ്റിദ്ധാരണയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ടിഷ്യൂസിൻ്റെ ബിൽഡപ്പിന്, നമ്മുടെ ടിഷ്യൂസിനെ റിപ്പയർ ചെയ്യാൻ എന്നങ്ങനെ വിചാരിച്ച് പലതരം ഫങ്ഷൻസാണ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പ്രോട്ടീൻ്റെ ഇൻടേക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി അതെങ്ങനെ നാച്ചുറലായിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താമെന്നൊക്കെ പറയുമ്പോൾ വളരെ അധികം ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ നാച്ചുറലായിട്ട് കഴിക്കുന്ന ചിക്കൻ്റെ ബ്രസ്റ്റ് പീസിൽ നന്നായിട്ട് പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ പനീർ, എഗ്, അതുപോലെ ഈ പൊട്ടുകടല എന്ന് പറയുന്നത്, ഇതിലെല്ലാം നല്ല രീതിയിൽ നമുക്ക് പ്രോട്ടീൻ്റെ ഒരു കണ്ടൻറ്റ് നമുക്ക് കിട്ടുന്നൊരു കാര്യം തന്നെയാണ്. ഇനി നാച്ചുറലായിട്ടുള്ളൊരു വേയിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് എങ്ങനെ പ്രോട്ടീൻ്റെ ഒരു സപ്ലിമെൻറ്റ് പോലെ എടുക്കാം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വളരെയധികം ഒരു ഈവനിങ് സ്നാക്സ് പോലെയൊക്കെ പലരും കഴിച്ചു വരുന്നൊരു കാര്യമാണ് ഈ പൊട്ടുകടല എന്ന് പറയുന്നത്. കടല നമ്മളിങ്ങനെ വറുത്ത് ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ഈ പൊട്ടുകടല. ഈ പൊട്ടുകടലിൽ തന്നെ വളരെയധികം നല്ല രീതിയിൽ നമുക്ക് ഒരു പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പൊട്ടുകടല എങ്ങനെ എടുക്കാമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പൊട്ടുകടല കുറച്ച് വാങ്ങി നന്നായിട്ട് പൊടിച്ച് ഒരു പൗഡറാക്കിയിട്ട് ഒരു ചില്ലിൻ്റെ ഗ്ലാസ് ജാറിൽ വെക്കുക. ഡെയിലി നിങ്ങൾ അതിൽ നിന്നൊരു 50 ഗ്രാം പ്രോട്ടീൻ പൗഡർ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിൽ ജസ്റ്റ് ആഡ് ചെയ്ത് നിങ്ങൾക്കൊരു സ്വീറ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ശർക്കര അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ സ്വീറ്റായിട്ട് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിൽ കുറച്ച് ജീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ കുറച്ച് ബ്ലാക്ക് സോൾട്ട് എല്ലാം ആഡ് ചെയ്ത് അങ്ങനെയും നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഒരു ഈവനിങ് ടൈമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് വിശക്കുന്നൊരു സമയമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് പലരുടെയും കണ്ണു പോവുക ഫ്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, സമൂസ അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളിലേക്കായിരിക്കും കണ്ണു പോവുക.
ആ ഒരു സമയത്ത് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം പ്രോട്ടീൻ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നല്ലൊരു കഴിവ് ഉണ്ട് തന്നെ അത് പറയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് സമൂസ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പല കാര്യങ്ങൾ കഴിക്കുകയാണെന്ന് വെക്കുക. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കുറച്ച് പ്രോട്ടീൻ, ഏത് ടൈപ്പിലുള്ള പ്രോട്ടീൻ ആയിക്കോട്ടെ, നിങ്ങൾ കുറച്ച് പ്രോട്ടീൻ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു ലോജിക്കായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്ക് എന്ന് തന്നെ പറയാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ പെട്ടെന്നൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും, വിശപ്പിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. സയൻറ്റിഫിക് സ്റ്റഡീസൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുള്ള പ്രോട്ടീനേക്കാൾ അപകടകാരിയാണ് നമ്മൾ പ്രോട്ടീൻ തീരെ കഴിക്കാതിരിക്കുമ്പോൾ എന്നാണ് ശരിക്കും പറയുന്നത്. അതുപോലെ തന്നെ സയൻറ്റിഫിക് സ്റ്റഡീസിൽ പിന്നെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സസീവായിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് നമ്മുടെ കിഡ്നി ഡാമേജിനെയും കാരണക്കാരാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് മോഡറേറ്റ് ആയിട്ടുള്ള ലെവലിൽ നമ്മുടെ ബോഡിയിലേക്ക് എത്രയാണോ വേണ്ടത് അത്രത്തോളം മാത്രം കൺസ്യൂം ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഇവിടെ പറഞ്ഞിട്ടുള്ള 3 ഡ്രിങ്ക്സ് എന്ന് പറയുന്നതും ഞാൻ വിചാരിക്കുകയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നിങ്ങളൊന്ന് ട്രൈ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഒരു ദിവസം കഴിക്കാതെ നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ വെച്ചതുകൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ നിങ്ങളുടെ ബോഡിയിലേക്ക് ഒരു ന്യൂട്രീഷൻസ് കിട്ടും എന്നല്ലാതെ നിങ്ങൾക്ക് യാതൊന്നും പോകാനൊന്നും പോകുന്നില്ല. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.